രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയായ BJP തന്നെയാണ് വരുമാനം സമാഹരിക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ളത്. വിവാദ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി 2023-2024 സാമ്പത്തിക വർഷം ഭരണകക്ഷിയായ BJPക്ക് ലഭിച്ചത് 1685.6 കോടി രൂപയാണെന്നാണ് പുറത്തുവന്ന വിവരം. സാമ്പത്തിക വർഷം BJPയുടെ ആകെ വരുമാനം 4340 കോടിയായി ഉയരുകയും ചെയ്തു. മുൻ സാമ്പത്തിക വർഷം ഇത് 2360 കോടിയായിരുന്നു. 83% വരുമാന വർധനയാണ് പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പാർട്ടികളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വരുമാനം സംബന്ധിച്ച വിവരങ്ങളുള്ളത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കോൺഗ്രസിന്റെ വരുമാനം 170% വർദ്ധിച്ചത്. മുൻ വർഷം 452 കോടിയായിരുന്നത് 2023-24 1225 കോടിയായി ഉയർന്നു. ഇതിൽ 828 കോടി ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണ് ലഭിച്ചത്. 2022-23 171 കോടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് കിട്ടിയിരുന്നത്. 384% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2024 ഫെബ്രുവരി 15 വരെയാണ് പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന സ്വീകരിച്ചത്. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി 2024 ഫെബ്രുവരി 15 ഇത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ വിവരാവകാശ നിയമത്തിന്റെയും ഭരണഘടനയുടെ 19(1)(a) അനുച്ഛേദത്തിന്റെയും ലംഘനമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും വ്യക്തമാക്കിയാണ് കോടതി വിധി പറഞ്ഞത്. ബോണ്ടുകൾ വാങ്ങിയവരുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 612.4 കോടിയാണ് 2023-24 ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയത്. BRSനാകട്ടെ 495.5 കോടി, BJDക്കാകട്ടെ 245.5 കോടി, TDPക്ക് 174.1 കോടി രൂപയാണ് ലഭിച്ചത്. YSR കോൺഗ്രസിന് 121.5 കോടിയും DMKക്ക് 60 കോടിയുമാണ് ലഭിച്ചത്. JMMന് 11.5 കോടിയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 5.5 കോടിയും എന്നിങ്ങനെയാണ് മറ്റു പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച വരുമാനം. കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം വിലാസം വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാവുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുത്ത ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാവുന്നതാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇതിലൂടെ എത്ര രൂപ വേണമെങ്കിലും സംഭാവന നൽകാനാകുന്നതാണ്. ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ടതില്ല. ഇതാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ ഫെബ്രുവരി 15 വിധി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി വന്നിരുന്നു. എന്നാൽ ഒക്ടോബറിൽ സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയാണ് ഉണ്ടായത്.